ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് സഹീദാണ്. സഹീദ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു സാർ. ഇതിന് സ്ഥലം എവിടാ? സ്ഥലം എറണാകുളം കോതമംഗലം. എറണാകുളമാണോ? ഓക്കെ. അപ്പം ഏത് കോഴ്സ് അവോധ ചെയ്തത്? കോഴ്സ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. അതെ അതെ. ഓക്കെ. അപ്പം ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എന്ന കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? കോഡിംഗ് ഫീൽഡാണ്, പിന്നെ അത് ഫ്യൂച്ചർ ആണ്. അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് കോഡിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. Yes, yes. അപ്പം നേരത്തെ എന്താ സഹീദ് പഠിച്ചിരുന്നത്? ഡിഗ്രി പഠിച്ചിരുന്നു. ഡിഗ്രി ആയിരുന്നു. ഏതായിരുന്നു? ബികോം ആയിരുന്നു. ബികോം ആയിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിലേക്ക് വന്നത് അല്ലേ? കോഡിംഗ് ഫീൽഡിലേക്ക് വന്നത്. അതെ അതെ. Okay, അപ്പം ആ ഒരു കരിയർ ചേഞ്ച് അതെങ്ങനെ ഉണ്ടായിരുന്നു? ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. എല്ലാം ആദ്യമേ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം എല്ലാം മനസ്സിലാക്കാൻ പറ്റിയിരുന്നോ? മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റി, ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റി. ഇതെങ്ങനെയാണ്, ഇതൊരു ഗ്ലോബലൈസേഷന്റെ ഒരു വലിയ പാർട്ടാണ് മനസ്സിലാക്കാൻ പറ്റി. ആദ്യമേ വലിയ സന്തോഷം. ഡെവലപ്മെന്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് ഇതിന്റെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത്. എടുത്തതിന് ശേഷമാണ് മനസ്സിലാകുന്നത്. അതൊരു ഇന്റേൺഷിപ്പ് അല്ലേ ഇപ്പൊ ചെയ്യുന്നത്? ഇന്റേൺഷിപ്പ്. ഓക്കെ. കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? സീറോടെക് സൊല്യൂഷൻസ് കാലിക്കറ്റുള്ള ഒരു കമ്പനിയാണ്. സീറോ സൊല്യൂഷൻസ് അല്ലേ? കാലിക്കറ്റ് ബേസ്ഡ് കമ്പനിയാണ്. കാലിക്കറ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഈ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ അവോധയെ പറ്റി കേട്ടെ, എങ്ങനെ അവോധയിലേക്ക് വന്നേ? അതിന്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞിടത്തോളം ബെറ്റർ ആണ് തോന്നിയാണ്ടാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. അപ്പൊ ജോയിൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അവോധയിൽ? ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. നല്ല ക്ലാസ്. എന്തൊക്കെയാണ് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കല് ഡെവലപ്മെന്റ്സ് ആണ്. അതായത് നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് എങ്ങനെ റൺ ചെയ്യാം, പുതിയ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമ്മുടെ ഫോണിന്റെ അതായത് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡായാലും മനസ്സിലാവണ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ഒരു ചെറിയ പ്രോസസ്, അതായത് നമ്മുടെ ഫോണിന്റെ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ അതിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും, അതായത് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇതാണ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് വേണ്ട സംഭവങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഏതായിരുന്നു കോഡിംഗില്? ജാവയും കോട്ലിനും ആയിരുന്നു. ജാവയും കോട്ലിൻ അല്ലേ? കോട്ലിൻ. അപ്പം ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ അത് സോൾവ് ചെയ്തിരുന്നേ ഡൗട്ടൊക്കെ? ലൈവ് സെഷൻ ഉണ്ട് 7 to 8 എല്ലാ ദിവസവും, മൺഡേ ടു ഫ്രൈഡേ 7 to 8 ലൈവ് സെഷൻ ഉണ്ട്. അതിനകത്ത് വെച്ചാൽ അവർക്ക് അത്യാവശ്യം അറിയാം. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, കസ്റ്റമർ സർവീസ് ഉണ്ട്. കസ്റ്റമർ സർവീസ് ഒന്നും കുഴപ്പമില്ല, ഗുഡ് ആണ്. അപ്പം അവിടെ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. അപ്പം ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നല്ലേ? കുഴപ്പമില്ല. അവർ ലൈവ് സെഷൻ ആണ്. നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കി തരാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ്. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചാൽ മതി അല്ലേ? സഹീദ് എങ്ങനെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്? ടൈം എപ്പോഴായിരുന്നു? ഓൺലൈനായിരുന്നു. പ്രീ റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു. നമ്മൾ കേട്ട് മനസ്സിലാക്കണം, സ്വന്തമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. ഫ്രീ ടൈമിലാണോ അറ്റൻഡ് ചെയ്തിരുന്നത്? ഷെഡ്യൂൾ ഇതിനു വേണ്ടി സമയം ഉണ്ടാക്കി കണ്ടെത്തി പഠിക്കുകയായിരുന്നു. അപ്പം എത്ര മന്ത് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്തു ക്ലാസ്? കറക്റ്റ് ആയിട്ട് ഓർക്കണം, ഒരു 3 to 5 months അതായത് ആ ടൈം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തു. ഫിനിഷ്. ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു? 6 monthsനുള്ളിൽ ഫിനിഷ് ചെയ്തിരുന്നു. ജാപ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ജാപ്പിൽ എക്സ്പീരിയൻസ്, ജാപ്പിൽ എന്താണ് പ്രൊസീജിയർ വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാത്രം ട്രെയിനിങ് നമുക്ക് തരും. ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ടെക്നിക്കലായാലും അല്ലാത്തതായാലും കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തരും. പിന്നെ അവർ നമ്മുടെ CV ഫോർവേഡ് ചെയ്യും. പിന്നെ അവർ നമ്മളെ വിളിക്കും, കോൺടാക്ട് ചെയ്യും. ഇന്റേൺഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലോ ജോബിന് വേണ്ടിയാണെങ്കിലും 1, 2, 3, 4, 5 കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ നോളജ് കിട്ടും. ഒരു ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുമല്ലേ? കിട്ടും. സെഷൻ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ വരണം. കുറച്ച് ഓക്കെയാണ്. സഹീദിനെ അവോധയിലേക്ക് അട്രാക്ട് ചെയ്ത ഒരു 2 ഫാക്ടേഴ്സ് പറയാമോ? അട്രാക്ട് ചെയ്ത് ഞാൻ ജോയിൻ ചെയ്യണൊക്കെ മുമ്പ് ഇങ്ങനെ 2,800 ഫീസ് പറഞ്ഞു. അതിന് ശേഷം ആണ് അത് പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞിട്ടാണ് ഫീസ് കൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കോഴ്സ് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ്. 2,800 ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊന്നും അല്ല, അതൊരു നോർമൽ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്തു അന്ന്. പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരു ആള് അത്യാവശ്യം ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു. ക്ലിയർ ആക്കി തന്നായിരുന്നു. ആദ്യം അപ്പൊ 2,800 അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ 2,800 ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് പോലൊരു കോഴ്സ് 2,800 പഠിച്ച വെറുത്തായിരിക്കും തോന്നിയിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്? ഇല്ല, അത് നമുക്കൊരു ബേസിക് നോളജ് കിട്ടും എന്നുള്ളൊരു ഇതിലാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ ഇതിന്റെ പുറത്താണ് നമ്മൾ ജോയിൻ ചെയ്തത്. ക്ലാസ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വെറുത്താണോ? പിന്നില്ലാണ്ടോ
ഓക്കെ, അത് ഗുഡായിരുന്നു. അതൊരു ചേഞ്ച് ആയിരുന്നു. ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് കോഴ്സ് പഠിച്ച ടൈമിൽ അല്ലെങ്കിൽ കോഴ്സ് ചൂസ് ചെയ്ത ടൈമിൽ ഫാമിലി എന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഫാമിലി ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നു? കുഴപ്പമില്ല, അവർക്കും അത്യാവശ്യം നല്ല ഇതായിരുന്നു. അവർക്ക് ഈ പുതിയ അവർക്ക് ഇതിനെ പറ്റി വലിയ നോളജ് ഇല്ല. നമ്മളിങ്ങനെ പറഞ്ഞു മനസ്സിലാകുന്നോളം അവർക്ക് അത്യാവശ്യം ഓക്കെയാണ്. അവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായല്ലേ? ഒരു ഫ്യൂച്ചർ കോഴ്സ് ആണ്. ഫ്യൂച്ചർ മനസ്സിലാവും അവർക്ക്. അപ്പം മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ. മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അതിന് കുറച്ച് പാടുപെട്ടിരുന്നോ മനസ്സിലാക്കി കൊടുക്കാൻ? ഇല്ല, കുഴപ്പമില്ല. അതൊക്കെ ജസ്റ്റ് നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നുള്ളൂ ജസ്റ്റ് ഓരോ കാര്യം. ഓക്കെ. അപ്പം സയ്യിദ് ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. താങ്ക് യു. സെമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.